സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാനേശമനുഷ്യൻ ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകോനവതരണോധ്യായം. ശ്രീശുഭവാച. സരസ്വത്യസ്തരേരശ്രിയസത്രമാസനം വിതർക്കസമൂഹത്തേഷാം ത്രിഷ്വധീശേഷകോ മഹാൻ. തസ്യ ജിജ്ഞാസയാ ദേവേകും ബ്രഹ്മസൂത്രം തജ്ഞപ്രീ പ്രേഷയാമാസു സ്വപ്യകൾ ബ്രഹ്മണസഭാം. തസ്മൈ പ്രഭുരം സൂത്രം ചക്രേ സസമീക്ഷ്യ തസ്മൈ ചക്രോധ ഭഗവാൻ സുപ്രജ്വലൻ സ്വരദേശാം. സാത്മന്യുദ്ധിമന്യമാത്മജായ അപരാഭവം അശീശമല്യധാവന്യോന്യാവാരണാത്മഭൂ. തത കൈലാസമകുവത്സസം ദേവോ മഹേശ്വര പരിരത്നം സമാനേ ഉദ്ധായ ഭ്രാതൃമുദാം. നൈച്ഛമസ്യൽപൃതികാ ശൂരബുദ്ധിമിതം ഹന്തും താരേ തിഗ്മനോദനാം. പതിത്വാ പാദയോർദൈവേ സാന്ത്വയാമാസംഗ്രാഹോദരാമവൈകുണ്ഠം. എത്ര ദേവോ ജനാർദ്ദന ശയാനം ശ്രീസംഗേപദാക്ഷസദാടയൽ തദൗത്ഥായ ഭഗവാൻ സകലക്ഷ്മ്യ സദാം ഗതി. സ്വൽപാദുഖ്യാതാം സരസാമനി ആഹരേ സ്വാഗതം ബ്രഹ്മന്റെ ശീലാത്രാസനേക്ഷണം അജാഹ ചന്തുമർഹനപ്രഭോ അതീവ കോമളോത്താത ചരണോർവേമനേത്തിക്കാം വിപ്രചരണോ മർദ്ദൻ സ്വേനപാലനാം. പുനീലോകം മാം ലോകപാലം സമൃദ്ധാൻ പാദോദീർത്ഥാനാം തീർത്ഥകാരണാം. അദ്യാഹം ഭഗവൻ ലക്ഷ്മ്യ ആസ്മേ അംഗപാദനം വത്സരസിമേ ഭൂതർഭവൽ പാദകതാം ഖസാം. ശ്രീശുക ഉവാച. ഏവം ബ്രുവാണേ വൈകുണ്ഠേ പ്രവൃത്തൻ മന്ത്രിയാഗ്രാം നിർവൃതർപ്പിതൂഷ്ണിം ഭക്തിൽ കണ്ടോശലോചന പുനഃസ്യ സത്രമാവൃജ്യാമീനാം ബ്രഹ്മവാദനാം. സ്വാനുഭൂതമശേഷേണ തന്നിശമ്യാധമറിയാം മുക്തസംശയാഭൂയാം സംശ്രദ്ധർവിഷ്ണുശാന്തരിതോ ഭയം. ധർമ്മസാക്ഷാൽജ്ഞാനം വൈരാഗ്യം ജതന്നിധം ഐശ്വര്യം ചാശ്രായസ്മാൽഹം. പുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമജേസാമകിം ജനാനാം സാധൂനാം യമാഹു പരമാം ഗതിം. സത്യം യസ്യ പ്രിയാമൂർത്തിർബ്രഹ്മണാസ്തുഷ്ടദേവതാഃ ശാന്തായം. ത്രിവിധാകൃതസ്യ രാക്ഷസാ അസുരാ അസുരാഃ മുനിന്യാമായ സഷ്ടാസത്വന്തീർത്ഥസാധനം. ശ്രീശുക ഉവാച. ഏവം സാരസ്വതാഹം സംശയരുത്രയേ പുരുഷസ്യ പദാംഭോജസേവയാ തദ്വതിം ഗതാം. സൂത ഉവാച. ഇത്യേതന്മുരുതനയാസ്യ പത്മഗന്ധപീയൂഷം ഭവഭയവിൽവരസ്യ പുംസാം. സുശ്ലോകം ശ്രവണപദേ വിഭക്ത്യവീക്ഷണം പാന്തോദ്ഭ്രമണപരിശ്രമം ജഹാതി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഭഗവാൻ കണ്ടവതാര ലീലകളെ ഉപസംഹരിക്കാനായിട്ട് നിൽക്കുകയാണ്. ഏകദേശം മനോഹരങ്ങളെ ലീലകളൊക്കെ അവസാനിപ്പിച്ച് സ്വന്തം ധാമത്തിലേക്ക് പോകാൻ അതിന് തൊട്ടു മുമ്പായിട്ടാണ് തന്റെ പ്രിയപ്പെട്ട ആളുകളുടെ ഒരു ഒത്തുചേരല് ഭഗവാൻ സമന്തപഞ്ചക തീർത്ഥക്കരയില് വിളിച്ചു ചേർത്തു. വൃഷ്ണിഗോപ സംഘമെന്നാണ് പറയാറ്. അന്ന് ലോകത്തെ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ആളുകളെയും ഭഗവാൻ വിളിച്ചു. തന്റെ അച്ഛമ്മകളുടെ മക്കളായിട്ടുള്ള പാണ്ഡവര്, എന്നാൽ അവരോട് ദേഷ്യത്തിൽ നിൽക്കുന്നതാണ് കൗരവര്. പാണ്ഡവന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രരുടെ മക്കള്. പക്ഷെ ഭഗവാൻ അവരെ വിളിച്ചു. ഇത് ഭഗവാന് ആരോടും
ദേഷ്യവും ഇല്ല, ഇഷ്ടവും ഇല്ല. ദേഷ്യവും ഇല്ല, ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മനസ്സിലായില്ല അല്ലേ? അത് രണ്ടുമില്ല. എന്നുവെച്ചാൽ ഈ ദേഷ്യം ഇഷ്ടം എന്നുള്ളതൊക്കെ മനുഷ്യരായിട്ടുള്ള നമ്മുടെ ഭാവമാണ്. ഭഗവാൻ അതിന് അതീതനാണ്. ഇതൊക്കെ മനുഷ്യഭാവങ്ങളാണ്. അതാണ് നമുക്ക് പലപ്പോഴും ഈ ഭഗവത് പ്രഭാവത്തെ നമ്മുടെ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് അതിന്റെ കാരണം. അത് രണ്ടാണ്. നമുക്ക് ഒന്നിനെ കണ്ട ഒന്നുകിൽ ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടാവാൻ എനിക്കിതാ അയാളോട് യാതൊന്നുമില്ല, എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല, ഉറപ്പ് അയാളോട് ദേഷ്യമുള്ളത്, സംശയമില്ല. അതെ, അതിന്റെ ഫലങ്ങൾ വ്യത്യാസം. അല്ലാതെ നമ്മൾ പറയുന്നത് ഈ നിർവികാരമായിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാണ്ട് മനസ്സിനെ നിലനിർത്താൻ പറ്റില്ല. എന്തിനോട് എന്തിനാണെങ്കിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ മനസ്സിന് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിന് അതീതമാണ്. ഏതായാലും വന്ന് എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ചും അന്ന് ബുദ്ധിദേവിയും വസുദേവരൊക്കെ കണ്ടപ്പോ ബുദ്ധിദേവി പറഞ്ഞു, ആ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒന്നും ഇല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച്. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ സംസാരിച്ചപ്പോ വസുദേവർ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ബുദ്ധിദേവി ചോദിച്ചു, പിന്നെ എന്തായിട്ടാണ് ഞാൻ പറയേണ്ടത്? നമ്മളെ സാധാരണ ബന്ധുക്കള് എന്നൊക്കെ പറഞ്ഞ എന്തിനുള്ളതാണ്? എന്തെങ്കിലും വിഷമുണ്ടാവുമ്പോ, സന്തോഷം മാത്രമല്ല, എന്തെങ്കിലും വിഷമുണ്ടാവുമ്പോ ഒരു സാന്ത്വനമായിട്ട്. എന്റെ ഭർത്താവ് ആ കാലത്തിൽ നഷ്ടപ്പെട്ട് കൊച്ചു 4-5 കുട്ടികളായിട്ട് സ്വന്തം രാജ്യം പോലും നഷ്ടപ്പെട്ട് അവിടെ ഇവിടെ മലങ്ങി തിരിഞ്ഞ് നടന്നപ്പോ ഏട്ടനെന്ന് വന്ന് അന്വേഷിച്ചു. കേട്ടിട്ടുണ്ടാവൂല. അതിനൊക്കെയല്ലേ ബന്ധുക്കളെ. അപ്പോഴാ വസുദേവര് പറഞ്ഞത്, എന്നോട് ഞാൻ എന്താ പറയുക, എനിക്കൊന്നൊരു 5 കുട്ടികളെങ്കിലും ചേർത്ത് പിടിക്കാല്ലേ? എനിക്ക് 5 അല്ല 6 കുട്ടികളാണ് കണ്ണുമ്പിൽ വെച്ചത്. മാത്രമല്ല കംസന്റെ കാരാഗ്രഹത്തിൽ ഏത് സമയവും ജീവൻ പോവാന്നുള്ള അത്രയൊന്നും അനീതിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള. അപ്പോഴാണ് കുഞ്ചിദേവിക്ക് തോന്നുന്നത്, താൻ പറഞ്ഞത് കുറച്ച് അധികമായിരിക്കോ. വേഗം അങ്ങോട്ട് സാന്ത്വനമായിട്ട് പറയുമ്പോഴേക്കും അവിടെ വസുദേവരൊന്നും സാറില്ല. ഇത് നമുക്ക് എല്ലാവർക്കുള്ള പാഠമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ആവുമ്പോ അല്ലെങ്കിലും വേണ്ടതാണ്. ബന്ധുക്കളൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലുള്ള സന്ദർശനം കൊണ്ട് അവർക്കൊരു സാന്ത്വനമായിട്ട് നമ്മൾ നിൽക്കണം. പിന്നെ ഇന്നത്തതിൽ പറഞ്ഞാൽ ഇത് വലിയൊരു കുടുംബ സംഘമാണ്. ഗെറ്റ് ടുഗദർ നമ്മൾ പറയുന്നില്ലേ, ഇതാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത് അവിടെ. അപ്പൊ ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ വിഷമം പറയാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. ഇതോ പക്ഷെ നമുക്കതൊന്നും പറ്റാറില്ല. ഉണ്ടോ? ഇതിപ്പോ നിങ്ങൾ ആലോചിച്ചപ്പോ കുന്തിദേവി ഇങ്ങനെ പറഞ്ഞ സമയത്ത് വാസുദേവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ വേണമെങ്കിൽ അതാലോചിച്ചില്ല. വസുദേവരോട് വളരെ ശാന്തമായിട്ടാ പറഞ്ഞത് അല്ലേ? നേരെ വിളിച്ച് എങ്ങനെ പറയാം വസുദേവർക്ക്? നീ എത്ര പറയുന്നു വേണ്ട, എന്റെ 5-6 കുട്ടികളാ പോയതേ. എന്നിട്ട് നീയൊന്ന് വന്ന് ചോദിച്ചു. എന്നിട്ടപ്പൊ എന്റെ ഏട്ടം വന്നില്ല എന്ന് പറയുന്നു. വേണ്ട, എന്നെ കൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചൂടെ? നമ്മളാണെങ്കിൽ ഇപ്പൊ തന്നെ ഉണ്ടാവാൻ പോണത്. അതോടുകൂടി എന്തായി? കൂടുതൽ അകൽച്ച അല്ലേ? എന്താ ഉണ്ടാകുന്നത്? നമുക്ക് പറ്റണ അപകടം അവിടെയാണ്. ഞാനല്ലേ ഭഗവാന്റെ കൃഷ്ണാവ ഈ ലീലകളെ നോക്കിയാൽ ദശമസ്കന്ധത്തിലെ മറ്റേ എന്താ പറയാ സ്വയംവരത്തിന് ശേഷമുള്ള ഓരോന്നും നമ്മുടെ ഓരോ സന്ദർഭത്തിലും എന്ത് വേണമെന്ന് എടുത്തു വെക്കണം. ഒന്ന് പരാതി പറയാതിരിക്കാൻ ശ്രദ്ധിക്കാൻ. അഥവാ പറയുകയാണെങ്കിലും എന്ത് ചെയ്യുക? ക്ഷമയോടുകൂടി കേൾക്കുക. എന്തുവാ? പക്ഷെ നമ്മളങ്ങനെയല്ല, നേരെ തിരിച്ച നാട്ടുകാരെ ഇത് അറിയിക്കുക അല്ലേ? ഞാൻ ശരിക്കും വരുന്നില്ല വിചാരിച്ചത്, മറന്നിട്ടൊന്നുമില്ല ഞാനേ. പിന്നെ മറ്റുള്ളവര് പറയണല്ലോ വെച്ചിട്ട് വന്നത്. അപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു നമ്മുടെ കൊള്ളരുതായ്മ. പ്രാദേശികമാണ്.
നമുക്ക് ഓർമ്മിക്കുക. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കേട്ടവർക്ക് ശരിയാ ആ ഭാഗവത്തിൽ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടനില്ല. ഇത്രേ വേണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇവരൊന്നും അല്ല കേട്ടോ, ആ വൃന്ദാവനത്തിലെ ഗോപീഗോപന്മാര്, പ്രത്യേകിച്ച് യശോദാനന്ദഗോപന്മാര്. എന്താ വെച്ചാൽ അവരൊട്ടും വിചാരിക്കാത്ത സമയത്താണ് അവരുടെ അടുത്ത് ആ ഉണ്ണികളങ്ങനെ പോയത്. യശോദയ്ക്ക് നന്ദഗോപർക്കൊന്നും തിരിച്ചറിയില്ല, നന്ദഗോപർ ഒട്ടും മനസ്സിലാക്കിയതുമില്ല. അതിൽ അന്ന് കംസവധം കഴിഞ്ഞ് നിൽക്കണ സമയത്താണ് കണ്ണൻ നന്ദഗോപരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊരു കാര്യം പറയണം, ഒന്നൊപ്പം വരുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഒരു കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അതിൽ വളരെ പ്രാകൃതയായിട്ട് നിൽക്കുന്ന ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മുമ്പില് തന്റെ ഉണ്ണികളെങ്ങനെ മാറി മാറി നമസ്കരിക്കുമ്പോൾ പറയേണ്ട ഞാൻ അന്യനാണ്, കൃഷ്ണനാണ്, കണ്ണെന്ന് വിളിക്കും, അമ്മ ഞാൻ ഏട്ടനാണ്, രാമൻ എന്നാണ് പേര്. നന്ദഗോപുരം എന്താന്ന് മനസ്സിലാവാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്താ വെച്ചാൽ മുമ്പിലെ ദേവകീ വസുദേവന്മാരാണ് നിൽക്കണതേ. അവിടുന്ന് എഴുന്നേറ്റിട്ടാ പറഞ്ഞത്, ഇവരാണ് എന്റെ ശരിക്കുള്ള അച്ഛനമ്മമാര്. കുട്ടിക്കാലത്തെ വിഷമം കൊണ്ട് ഇവരെ നോക്കാൻ പറ്റിയില്ല. ഇവിടെ ഭഗവാന്റെ ഒരു വാക്കുണ്ട്, മാംസം ഘാതയിച്ച അറിയില്ല, സ്വന്തം അച്ഛനമ്മമാരെ നോക്കാത്ത മക്കള് സ്വന്തം മാംസം കഴിക്കുന്ന പോലെ നരകത്തില് പോലും സ്ഥാനമില്ല. ഭഗവാന്റെ വാക്കാട്ടോ അത്. നല്ലോണം ഓർപ്പിക്കുന്നതല്ലേ, മഹാഭാവി ആണെങ്കിൽ കൂടി കുറെ വിഷമമുണ്ടെങ്കിലും ഇരിക്കാനൊരു സ്ഥലമുണ്ട് നരകാണെങ്കിൽ, അതെങ്കിലും. പക്ഷെ അച്ഛനമ്മമാരെ നോക്കാത്തവർക്ക് പോലും ഇല്ല എന്നവർ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ. അതുകൊണ്ട് ഞങ്ങളിനി ഇവരോടൊപ്പം കഴിഞ്ഞോടെ മറക്കില്ല. ഞങ്ങൾക്ക് രണ്ടച്ഛനും രണ്ടമ്മയും ഇവരെല്ലാവരും കൂടി ശുഭമായി ഒത്തുചേർന്ന് അന്യോന്യം കുശലൊക്കെ പറഞ്ഞ് അതിലെ ഭഗവത് പത്നിമാരെ കണ്ട സമയത്താണ് പാഞ്ചാലി പാണ്ഡവരുടെ പത്നി അവരോട് ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾക്ക് ഭഗവാനെ കിട്ടിയത്? അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഭഗവാനെ കിട്ടിയ കല്യാണ കഥകളെ പറഞ്ഞു. അത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കേട്ടോ. അതിപ്പോ വേണമെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള 85 80 മുത്തശ്ശിമാരെ വിളിക്കുക. എന്നിട്ട് ചുറ്റല്ല മുത്തശ്ശി അന്ന് എന്നാ മുത്തശ്ശൻ കാണാൻ വന്ന്. മുത്തശ്ശൻ ആദ്യം എന്താ ചോദിച്ചേ ഇങ്ങോട്ട് ചോദിച്ചു നോക്കൂ. കുറച്ച് ദേഷ്യക്കാരാച്ചാലും ഈ 80 വയസ്സുള്ള മുത്തശ്ശിയുടെ കവളും അപ്പൊ ഒന്ന് തൊടുക്കും, അതൊന്ന് ചോദിക്കുക. നല്ല രസാണ്. നിങ്ങൾ നോക്കിക്കോ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും സന്തോഷമായി. ആ വന്നിരുന്ന ഓരോരുത്തരും 1-2 ദിവസം കഴിഞ്ഞാൽ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും പോണില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും ഭഗവാനെ തിരിയ. അങ്ങനെ പോവാൻ തയ്യാറായ സമയത്താണ് അവിടെ വസുദേവരും നന്ദഗോപരൊക്കെ എങ്ങനെ യാത്ര പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. അപ്പൊ ആ അന്യോന്യം കെട്ടിപ്പിടിക്കുമ്പോ കണ്ണങ്ങനെന്നറിയാം. വസുദേവര് പറഞ്ഞു, നന്ദഗോപരെ പകരം തരാൻ ഒന്നുമില്ല, തന്നാ തീരൂല. എന്താ ഞങ്ങളുടെ വിഷമം കൊണ്ട് ഒന്നൊന്നല്ലാത്ത 2 കുട്ടികളെ ഇവിടെ ഏൽപ്പിച്ചപ്പോ അവർക്കൊരു കുഴപ്പവും പറ്റാതെ വളർത്തി വലുതാക്കി തന്നില്ലേ. കുട്ടികളെ വളർത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ തിരിച്ചൊന്ന് നോക്കണതൊക്കെ. ഏതായാലും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ വന്ന യശോദയുടെ അടുത്ത് അമ്മയുടെ വരവ് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നൊരു സിംഹാസനത്തിൽ ഇരുത്തി. അപ്പോഴാണ് കുറെ പെട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ യശോദയുടെ മുമ്പിൽ വെക്കുക ഓരോരുത്തരെ. അപ്പൊ ഇതിങ്ങനെ കണ്ട് യശോദ ചോദിച്ചതൊക്കെ എന്താ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ അമ്മയ്ക്കുള്ളതാ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എന്താ അമ്മയ്ക്ക് ഇത്ര വലിയ വലിയ പെട്ടിയിലൊക്കെ? അത് അമ്മയ്ക്കുള്ളതാണ്. അപ്പൊ യശോദ ആ പഴയ കുസൃതി പറഞ്ഞു, അതെ അമ്മയ്ക്കുള്ളതാണ്, അമ്മയ്ക്കൊന്ന് കാണണം, കാണാൻ അതൊക്കെ ഒന്ന് തുറക്കൂ, എന്താണെന്ന് അമ്മയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ പെട്ടികളൊക്കെ പറഞ്ഞപ്പോ അതില് നല്ല നല്ല പട്ടുസാരികള് എത്രയാ ചോദിച്ചാൽ നിശ്ചയില്ല. അപ്പൊ ഇതൊക്കെ എന്താ കണ്ണ? ഇതൊക്കെ അമ്മയ്ക്കാണ്. അപ്പൊ എന്തിനാ കണ്ണതൊക്കെ? അമ്മയ്ക്ക് ഈ പട്ടുസാരി കൊടുക്കേണ്ട കാലം
അതൊക്കെ കഴിഞ്ഞില്ലേ പറഞ്ഞ അതല്ല വേണ്ടേ വേണ്ട അതല്ല അമ്മ കൊണ്ടുപോകണം പാലക്കരാവുന്നില്ല എൻ്റെ ഒരു സമാധാനത്തിന്. അവിടെ എന്താ അങ്ങനെ ഇവിടെ സമാധാനം ഇല്ലാണ്ടാവാൻ? അവിടേക്ക് യേശോദയുടെ ഭാവം മാറിയെന്ന് വെച്ചാൽ തൻ്റെ ഉണ്ണിക്കൊരു വിഷമങ്ങളുടെ ഒന്നുമില്ല. എന്നാലും പറഞ്ഞ് അന്ന് കുട്ടിക്കാലത്ത് എപ്പോഴാ അമ്മയുടെ അതൊക്കെ ഞാൻ ചീന്തി. അപ്പോഴാ അതിങ്ങനെ ഓർമ്മ പറഞ്ഞത് ഓരോ ദിവസം ഓരോ വികൃതി ഇത്രയേ ഉള്ളൂ. മറ്റേ യേശോദ പറഞ്ഞില്ല എന്ന കുട്ടിക്കാലത്തൊക്കെ ആകുമ്പോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വരുന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കും, കണ്ണാനുണന്നില്ല, ഇല്ല ഉണർന്നിട്ടില്ല. കുട്ടികളങ്ങനെ രസമാണ് അമ്മമാരൊക്കെ. ചിലപ്പോ കുട്ടികളൊക്കെ ഉറക്കിയിട്ട് അവങ്ങനെ കണ്ണോട് ഇങ്ങനെ കിടക്കും. അമ്മയ്ക്ക് അറിയാത്ത അഭിനയാണ്. നീനാ തോന്നണേ. അപ്പൊ അങ്ങാണ്ട് കിടക്കും. അപ്പൊ അമ്മ സൂത്രം പറയും, എന്താ പറയാ, ഉറങ്ങിയ കുട്ടികളാണെങ്കിൽ കാലാട്ടിട്ടു. അങ്ങനെയാണ് പതിവ്. അപ്പൊ കാണാൻ കാലക്കാട്ടി നല്ല നല്ല കൊച്ചുകൾ. ഇതുപോലെ യശോദിരിക്കുമ്പോഴാണ് കണ്ണൻ കൊണ്ടിങ്ങനെ വന്ന് നോക്കുമ്പോ അമ്മ ഉടുപ്പിച്ച പട്ടുകോണൊക്കെ കഴിഞ്ഞു പോയിട്ട് അത് ഉടുത്താ പറഞ്ഞത്. ഇത് പറഞ്ഞ അമ്മ കണ്ണന്റെ പട്ടുകോണകം പോയി, അമ്മ അതൊന്നും ഉടുക്കോ? അപ്പൊ പറഞ്ഞു വേണ്ട കണ്ണ, ഇത് ഇന്നലെ ഉടുത്ത് കിടന്നതല്ലേ, ഒരു കാര്യം ചെയ്യാം, അമ്മ വേറെ പട്ടുകോണം ഉടുപ്പിച്ചു തരാട്ടോ, ഇത് നമുക്ക് മുക്കിയിടാം. അങ്ങനെ മുക്കിയിടാൻ വന്ന് അപ്പൊ ഞാനും പോന്നോട്ടെ, കണ്ണാനും വരട്ടെ മുക്കിയിടാൻ. അങ്ങനെ കഴിഞ്ഞ അവിടുന്ന് പെട്ടുകൊണ്ട് പിന്നെ അത് ഓടിയപ്പോ എന്തായി, അത് ആദ്യം അഴിഞ്ഞു പോയി. അതിങ്ങനെ നിലത്തിങ്ങനെ വലിച്ചു വരിക. യശോദയുടെ നിലം എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലം നമ്മൾ ചാണകമൊക്കെ മെഴുകി അങ്ങനെയുള്ളതാ. ഒന്നൊക്കെ അമ്മ കണ്ണന്റെ പട്ടുകൊണ്ടൊക്കെ പിന്നെ പോയി. അമ്മേ ഒന്ന് അയ്യോ കണ്ണ അതിനൊക്കെ ചെളിയായില്ലോ, സാരല്ല കേട്ടോ, അമ്മ വേറെ പട്ടുകൊണ്ട കൊടുക്കുക, ഇത് നമുക്ക് മുക്കിയിടാട്ടോ. മുക്കിയിടാൻ കണ്ണനും വരട്ടെ അമ്മേ. അപ്പൊ പിന്നെന്താ വെച്ചാൽ ഈ വെള്ളത്തിന് കളിക്കാനുള്ള മോഹമായി. അപ്പൊ എന്ത് ചെയ്തു, അമ്മ യശോദ പട്ടുകൊണ്ട അവനും തന്നെ വലിച്ചഴിക്കും. അമ്മ കണ്ണന്റെ പട്ടുകൊണം പിന്നെ പോയി, അമ്മേ നമുക്ക് മുക്കിയിടാമേ. ഇങ്ങനെ 4-5 പ്രാവശ്യം യേശോയ്ക്ക് ദേഷ്യം വന്നു. യേശോ പറഞ്ഞു ഒന്നുമില്ല, അവിടെ പട്ടുകൊടുക്കില്ല, ഒന്നുമില്ല. അപ്പൊ കണ്ണൻ ഉടുക്കേണ്ടതാണ്. പിന്നെ ഇത്ര പോകുന്ന നീയല്ലേ ഉടുക്കേണ്ട നടന്ന, കുട്ടികളെ ഉടുക്കാതെ നടന്ന ഒരു കുഴപ്പമില്ല, വലിയൊരു ഉടുക്കാതിരുന്നാലേ കുഴപ്പമുള്ളൂ. അങ്ങനെയായി. അപ്പൊ അങ്ങനെയായി കാണാനില്ല. യശോദ വിചാരിച്ച എന്താച്ചാ കാണിക്കട്ടെ. അത് യശോദല്ല അമ്മമാരൊക്കെ അങ്ങനെയാണ്, കുറെ വിചാരിക്കും എന്താച്ചാ കാണിക്കട്ടെ എന്നിട്ട് നോക്കാം. ഇങ്ങനെ കുറച്ച് യശോദ നോക്കുമ്പോ കാണാനില്ല. സാധാരണ മുറ്റത്തോ തൊഴുത്തൽ എവിടെയൊക്കെ ഉണ്ടാവുക, അവിടെ ഇന്നും കാണാനില്ല. അങ്ങനെ യശോദ നോക്കുമ്പോഴാണ് തന്റെ മുറി തുറന്നു കിടക്കണം. ഇത് അടച്ചതാണല്ലോ താൻ. അതിപ്പോ യശോദ എന്നല്ല കേട്ടോ, ഇത് പൊതുവെ സ്ത്രീകളൊക്കെ തന്നെ അവരവരുടെ മുറിയൊക്കെ കേമായിട്ട് അടച്ച് ഭദ്രാക്കി പോലും. മറ്റൊക്കെ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലേ യശോദ ചെന്ന് നോക്കുമ്പോ എന്താ, ആ യശോദയുടെ പെട്ടിങ്ങിട്ട് വലിച്ചു വെച്ച് അവിടെ തുറന്ന് അതിലുള്ളൊരു നല്ലൊരു പട്ടസാരി കിടത്തിന് ചീന്തി കിട്ട കഷ്ടങ്ങളാക്കി. യശോദയ്ക്ക് ദേഷ്യവും സങ്കടവും. എന്താ വെച്ചാൽ പഴയ കാലങ്ങളിൽ ഇന്നത്തെ പോലെ ഒന്നല്ല, എന്നൊക്കെ പൈസ ഉണ്ടാവില്ല, അതിൽ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. പിന്നെ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോ അതിനായിട്ടുള്ള അറിവുണ്ട്, അത് വേറെ എടുത്ത് വെക്കും. ഇങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് അമ്മമാര്. അപ്പൊ ഇതുപോലെ യശോദ വെച്ച് അതിട്ട് ചീന്തിയിട്ടേ ശബ്ദം കേട്ടിട്ട് കണ്ണങ്ങനെ നോക്കിയപ്പോ യശോദ ഇങ്ങനെ നിക്കണുണ്ടപ്പോ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞേ, അമ്മയല്ലേ പറഞ്ഞേ പട്ടുകോണ കല്യാന്ന്, എത്ര പട്ടുകോണക കണ്ണന്, താക്കോലു കിട്ടുകിൽ പെട്ടികളൊക്കെയും തൽക്കാലമൊന്നോ തുറന്നു വയ്ക്കും. താക്കോലു കിട്ടുകിൽ പെട്ടികളൊക്കെയും തൽക്കാലമൊന്നോ തുറന്നു വയ്ക്കും. അമ്മയുടെ പുത്തനാം പട്ടിനെ ചീന്തിയ ചിന്മയൻ ഗോളകമാക്കി വയ്ക്കും. അമ്മയുടെ പുത്തനാം പട്ടിനെ ചീന്തിയ ചിന്മയൻ കോണകമാക്കി വയ്ക്കും. പകരൊന്നും ആവില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ കൊടുത്ത് അവരിങ്ങനെ നടന്ന് ഭഗവാനാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കൈ വീശി അവസാനം ആ
പോയ ഗോപികന്മാരെ അവരിങ്ങനെ തിരിഞ്ഞു നോക്കി അവസാനം ഭഗവാന്റെ ആ തിരുമുഖം കണ്ട് മറയുന്നുള്ള ഘട്ടം വന്നപ്പോ ആ പോയ ഗോപികന്മാര് മുഴുവൻ തിരിച്ചിങ്ങോട്ട് ഓടി വന്ന് അവർക്ക് ഭഗവാൻ കൊടുത്ത വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ധാരാളം. അതൊക്കെ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചു, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ മനോഹരമല്ല സ്വരൂപം, ഈ തിരുമുഖമോ പുഞ്ചിരി പൊഴിയുന്ന അതെന്നും മനസ്സിൽ മായാതെ നളിനാഭവതാരവിന്ദം യോഗേശ്വരേർഹൃതിബോധം സംസാരകൂപവതിതോത്തരണാവലംബം ധ്യായം ശരാമ്യനുഗൃഹാണ യഥാസ്മൃതിസ്യാൽ. ബാലസൂര്യ പോലെ തേജസ്സുള്ള മനോഹരമല്ല മുഖം, ഇപ്പോഴും പുഞ്ചിരിയൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരുത്. ഇങ്ങനെ സുഖം സുഭദ്യാവസൻ ദ്വാരകായാം ശ്രീയപ്പതേ സർവസമ്പൽ സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ടിപുങ്കവേ. പിന്നെ ഭഗവാൻ എല്ലാവരും കൂടി ദ്വാരകയില് ഇരിക്കുന്ന സമയത്താണ് അവിടെ ദ്വാരകയ്ക്ക് സമീപം ഉണ്ടായിരുന്ന ബ്രാഹ്മണൻ. അദ്ദേഹം യഥാകാലം വിവാഹം കഴിച്ചു, പത്നി ഗർഭം ധരിച്ചു, പ്രസവിച്ചു. പക്ഷെ അല്പം നേരെ ഉണ്ടായിരുന്നു, അപ്പോഴേക്ക് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. കുട്ടികളെ നഷ്ടപ്പെടുമ്പോഴൊരു വിഷമം അത് ഞാൻ ആരോടും ചോദിക്കാറില്ല. എന്നുവെച്ചാൽ ആർക്കും അങ്ങനൊരു വിഷമം ഉണ്ടാകരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാം. എന്തായാലും ലോകനാഥനായിട്ടുള്ള ഭഗവാനാണല്ലോ അവിടെ ദ്വാരകയില്. ആ കുഞ്ഞിന്റെ ശരീരം എടുത്ത് ബ്രാഹ്മണൻ ദ്വാരകയുടെ ഗോപുരദ്വാരത്തിൽ കിടത്തി കുറേ ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ വിളിച്ച്. പക്ഷെ ആരും അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ കുറച്ചൊരു മാറ്റം, ഇത്രയും ഇല്ല. അപ്പോ ഈ മക്കളെ നഷ്ടപ്പെട്ട വിഷമൊക്കെ അച്ഛനമ്മമാർക്ക് മറക്കൂന്ന് വെച്ചാൽ ഇല്ല. മനുഷ്യന്റെ ചെറിയൊരു മാറ്റം ഇത്രയേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ ശരീരം എടുത്തുകൊണ്ട് പോന്നു. കുറച്ചു കഴിഞ്ഞ് യഥാകാലം ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭം ധരിച്ചു, പ്രസവിച്ചു. ഇതേപോലെ തന്നെ ഇങ്ങനെ 2, 3 നല്ല അർത്ഥം 4, 5, 6, 7, 8, 9 കുഞ്ഞും കൂടി ഇത്തരത്തിലുള്ളൊരവസ്ഥ വന്നപ്പോ സാധാരണ അവിടെ ഗോപുരദ്വാരത്തിലൊക്കെ കിടത്തിയിട്ടാണ് പതിവ് വെച്ചാല് അന്ന് ആ കുഞ്ഞിന്റെ ശരീരവും കൊണ്ട് ആ ബ്രാഹ്മണൻ ആ യാദവ സഭയിലേക്ക് ചെന്ന്, അന്നത്തെ യാദവ സഭ എന്ന് പറഞ്ഞാലോ എല്ലാവരും ഉണ്ട്. ബലരാമൻ പോലും, സാധാരണ ബലരാമൻ ഒന്നും അതിലേക്ക് വരാറേയില്ല. എന്നും ബലരാമന്റെ സിംഹാസനം ഒഴിഞ്ഞ കിടക്കലേ പതിവുള്ളൂ. പക്ഷെ ഇന്ന് അതുകൊണ്ട് ഇതൊക്കെ ബലരാമൻ വേറൊന്നുണ്ട്, അത് കൃഷ്ണന്റെ എന്തോ കാര്യം അത്രയേ ഉള്ളൂ. അല്ലാതെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, അതൊന്നും ഒട്ടുമില്ല. ആ മുമ്പിലാണ് ശരീരം ഇവിടെ കിടത്തി പലതരത്തിൽ ആ ബ്രാഹ്മണൻ പറയാൻ തുടങ്ങി. കൃഷ്ണ 1, 2 അല്ല 9 ഇത്രമാത്രം ഒരു പുത്രദുഃഖം വരാൻ വേണ്ട മഹാഭാവൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ലോകത്തെല്ലാം എല്ലാം അറിയുന്ന ആളല്ലേ കൃഷ്ണൻ. മാത്രമല്ല അവനവനുള്ള 10, 16 പത്നിമാരും അതിലുള്ള കുട്ടികളും അവരൊക്കെ വേണ്ട പോലെ സംരക്ഷിക്കണം. ഇപ്പോഴും പറയാനെന്താ, ബ്രാഹ്മണക്ക് യാതൊരു ദുഃഖം വരാണ്ട് നോക്കണം. നമസ്കൃത നിത്യശ എന്ന് പറഞ്ഞ കൃഷ്ണൻ എന്താ ഇത് അറിയില്ല എന്നുണ്ടോ എന്നൊക്കെ പല തരത്തിൽ പറഞ്ഞപ്പോഴും പക്ഷെ ഭഗവാൻ ഇതൊന്നും കേട്ടു എന്നുള്ളൊരു ഭാവം പോലും. ഇങ്ങനൊരു കാര്യം മുമ്പിൽ നടക്കുന്നതായിട്ട് വേണ്ട. ദൂരേക്കൊക്കെ നോക്കി മറ്റുള്ളവരുടെ എന്തൊക്കെ ഇങ്ങനെ കയ്യൊട്ടൊക്കെ ചുറ്റിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടപ്പോ ആ അവഗണന കണ്ടപ്പോ ബ്രാഹ്മണന്റെ സങ്കടം ദേഷ്യമായിട്ട് മാറി. പറഞ്ഞു അല്ലെങ്കിലും അർഹതയില്ലാത്ത ആൾക്കാർ അധികാരത്തിൽ ഇരുന്നാൽ ഇങ്ങനെ തന്നെയാ ഉണ്ടാവുക, നിങ്ങൾ യാതൊരു ക്ഷത്രിയരൊന്നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ അധിക്ഷേപിക്കുമ്പോഴും യാതൊരു മാറ്റമില്ല. അവസാനം ഈ സമയത്താണ് ആ സഭയിലുണ്ടായിരുന്ന അർജുനൻ വന്നിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷേ ഇനി അങ്ങക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിനെ ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണ
അല്ല, ഞാനത് ഉറപ്പ് തരണോ, ഞാൻ രക്ഷിച്ചു തരും അങ്ങയുടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ബ്രാഹ്മണൻ ചോദിച്ചത്, സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്യനാം അനിരുദ്ധ പ്രതിരഥോം ശക്തിമന്തിയൽ തൽക്കഥം ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരീ ചികീർഷസിത്വം ബാധിസ്യാൽ ഇവിടെ ഇരിക്കുന്ന ബലരാമനായാലും കൃഷ്ണനായാലും അതുപോലെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സാത്വികി, ഇവരൊക്കെ ഈശ്വരന്മാരാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് സംശയമില്ല അവർ ഈശ്വരന്മാരനെ. അവർക്കാണെങ്കിൽ എന്റെ സങ്കടം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അവര് മിണ്ടാതിരിക്കണമെങ്കിൽ അവരെ കൊണ്ട് പറ്റാനിട്ടാവില്ല. അങ്ങനെ ഈശ്വരന്മാരെ കൊണ്ട് പോലും പറ്റാത്തൊരു കാര്യം സാധിച്ചു തരാന്ന് പറയാൻ ആരാ അങ്ങ്? അപ്പോഴാണ് അർജുനൻ വിചാരിച്ചത് തന്നെ കേമായിട്ട് അറിയുന്നതാണ്. അപ്പോഴാണ് ഞാൻ കൃഷ്ണൻ രാമനൊന്നല്ല, നാഹം സംഘർഷണോ ബ്രഹ്മൻ കൃഷ്ണ കാർഷ്ണിരേവച അഹം വാ അർജുനോ നാമഗാണ്ഡീപം വൈദ്യനോ. ഞാൻ വേറെ ആരുമല്ല, ഞാൻ ഗാണ്ഡീപധാരിയായിട്ടുള്ള അർജുനനാണ്. ഈ പറയണ കൃഷ്ണൻ രാമനൊന്നല്ല. മാത്രല്ല മഹാദേവനെ പോലും അന്തകനെ പോലും ചുട്ടുഭസ്മാക്കിയ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് പാശുപദാസം നേടിയിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ബ്രാഹ്മണൻ പറഞ്ഞു, അവസാനം പറഞ്ഞു, ഇവര് യാതൊരു ക്ഷത്രിയർക്കാണ് ബ്രാഹ്മണരുടെ സങ്കടം മനസ്സിലാക്കുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ബ്രാഹ്മണർക്ക് ഒരു സങ്കടം വന്നാൽ അത് തീർക്കുക എന്നുള്ളതാണ് ക്ഷത്രിയ ധർമ്മം. ബ്രാഹ്മണ, അങ്ങക്ക് ഇനിയും വിശ്വാസാവിൽ ഞാനിതാ സത്യം ചെയ്യണോ, പ്രതിജ്ഞ ചെയ്യണോ, അങ്ങക്ക് ഇനി ഉണ്ടാവുന്ന കുഞ്ഞിനെ രക്ഷിച്ചു തരാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ ഗാണ്ഡീവത്തോടു കൂടി അഗ്നിയിൽ ചാടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും എന്ന് ഉഗ്രമായിട്ടുള്ള പ്രതിജ്ഞ ഇവിടെ ചെയ്ത സമയത്ത് ഭഗവാൻ മെല്ലെ നോക്കി അർജുനനെ. ഒന്നും മിണ്ടിയില്ല. ഏതായാലും കുറെ ആശ്വസിച്ച് ബ്രാഹ്മണൻ ആ ശരീരവും കൊണ്ട്, കുഞ്ഞിന്റെ ശരീരവും കൊണ്ട് ഭഗവാന്റെ പാദത്തിനോട് അടുക്കുമ്പോ നല്ലോണം അങ്ങനെ പ്രാർത്ഥിച്ചു. ദേവകീ സുധ ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗദാ ദേവദേവ ജഗന്നാഥ ഗോത്രവൃന്ധികര പ്രഭോ ദേഹി മേ തനയം ശീഘ്രം ആയുഷ്മന്തം യശസ്വിനം. നല്ലോണം പ്രാർത്ഥിച്ച് ഏതായാലും ഇല്ലാത്ത വന്ന സമയത്താണ് ബ്രാഹ്മണന്റെ പത്നി അവിടെ ഉണ്ട്. ചോദിച്ചു, ഇങ്ങനെ പോയോ, ഭഗവാനെ കണ്ടു? ഭഗവാൻ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അപ്പൊ ബ്രാഹ്മണ പത്നി പറഞ്ഞു, ഉണ്ടാവില്ല, നമ്മുടെ മഹാഭാവത്തിന്റെ അതല്ല. എന്താ? ഞാൻ കുറെ പറഞ്ഞു. കേൾക്കാണ്ടായപ്പോ എനിക്ക് കുറെ ദേഷ്യം വന്നറിയാൻ കൃഷ്ണനെ കുറെ ചീത്തയും പറഞ്ഞു. ആ ബ്രഹ്മണത്തിന് അതെന്തിനാ? നമ്മുടെ ദോഷത്തിന് എന്തിനാ നമ്മൾ ഈശ്വരന്മാരെ ചീത്ത പറയുന്നത്? അതുകൊണ്ട് എന്താ കാര്യം? വേണ്ടിയിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതല്ല. എന്താ ഉണ്ടായേ? അപ്പൊ പറഞ്ഞ അർജുനൻ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രാഹ്മണ പത്നി ചെറുതായിട്ട് ചിരിച്ചു ഉണ്ടാവും. എന്നുവെച്ചാൽ അങ്ങനെ കുറെ ചീത്ത പറഞ്ഞില്ലേ. അവര് വലിയ കൂട്ടുകാരല്ലേ. അപ്പൊ ആ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാവും ഭംഗിയൊന്ന് മാറ്റാൻ. പറഞ്ഞു അതല്ല, എന്താ ഉണ്ടായ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ സത്യം ചെയ്തിട്ടുണ്ട്. എന്താ സത്യം തെളിയിച്ചു? രക്ഷിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കും എന്നുള്ള സത്യം അർജുനൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേട്ടതോടുകൂടി ഞാൻ ബ്രാഹ്മണ പറഞ്ഞ് ബാവയുടെ നിലത്ത് നിനക്ക് അറിയാൻ പറഞ്ഞു. ബ്രാഹ്മണനോട് പറഞ്ഞ ഭർത്താവിനോട് ഞാൻ പറഞ്ഞതല്ലേ തോന്നാന്ന്. എന്തായാലും നമ്മുടെ മഹാഭാവത്തിന്റെ ഇതുണ്ടാവും ഇത്തരത്തിലുള്ള വിഷമം. അങ്ങനെയുള്ള മഹാഭാവികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടി ആപത്ത് പറ്റും. ഇപ്പൊ ഞാൻ ആലോചിക്കണതല്ല, ഇപ്പൊ എന്തായി? നമ്മളെ കാരണം ഭഗവാന്റെ സഹോദരിക്ക് വൈധവ്യം. എന്താ വെച്ചാൽ ഭഗവാന്റെ സഹോദരി സുഭദ്രയാണ് അർജുന കല്യാണം കഴിച്ചിട്ടുള്ളത്. ഭഗവാൻ ഒന്ന് നോക്കിയത് വെറുതെ അല്ലാന്നർത്ഥം. ഭഗവാന് പോലും അർജുനന്റെ ആ സത്യയുടെ കേട്ടപ്പോ ഉള്ളവരെ പടച്ചുപോയി. എന്നിട്ട് അർജുനനെ കൊണ്ടത് പറ്റില്ല എന്നറിയേ. എന്നിട്ട് ആ അർജുനനെങ്ങാനും
ഈ പറഞ്ഞ പോലെ ചെയ്താൽ ആരാ തന്റെ നേരെ വരിക? അനിയത്തി വരില്ലേ? ചോദിക്കില്ലേ? ഇത്ര കേണന്മാരായിട്ടുള്ള 2 ഏട്ടന്മാരുണ്ടായിട്ട് അനിയത്തിയുടെ ആള് പോയല്ലേ? അത്രമാത്രം സ്നേഹിച്ചു തന്നെ ഭഗവാനെ. ആ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കില് മുളകൾ പോലങ്ങിങ്ങോ ചിന്തി വീണ ചുരുൾ പൊടിച്ചാർത്തൊടും ആമിടുക്കൻ കടന്നാനകത്തൊരു സോമരശ്മി പോൽ ഉൾക്കുളീരേകുപോൻ തൊട്ടിലാട്ടും ജനനിയെ പെട്ടെന്നോ തട്ടി നീക്കി 2 മന കയ്യുകൾ കേട്ടു പിന്നിൽ നിന്നിക്കളകീതി ഞാൻ കാട്ടുകെന്നുടെ കൊച്ചനൂജത്തിയെ മണ്ണുവാരി മതിയാം വരെ കളിച്ചു ഇപ്പോൾ തിരിച്ചെത്തിയേയുള്ളൂ അന്തിവിണ്ണിറം പൂണ്ടവദനത്തിൽ അങ്കുരിച്ച വിശദസ്മിതത്തോടും അത്രമാത്രം. പക്ഷെ അവിടെ എന്തായാലും ബ്രാഹ്മണൻ പറഞ്ഞു എന്ത് തന്നെ വന്നാലും അനിയത്തിക്ക് വൈദ്യം കൊടുക്കില്ല. തുടർന്ന് യഥാസമയം ആ ബ്രാഹ്മണ പത്നി ഗർഭം ധരിച്ചു. ആ പ്രസവ സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടെ അർജുനൻ തന്നെ വന്ന് പ്രത്യേകമായിട്ടുള്ള ശരകൂടൊക്കെ നിർമ്മിച്ച് അവിടെ സാധാരണ ആവണമെന്നില്ല. പക്ഷെ പറഞ്ഞു പേടിക്കണ്ട, ഒരിക്കലും നഷ്ടമാവില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാലും ബ്രാഹ്മണ പത്നി പ്രസവിച്ചു. സാധാരണ പ്രസവിച്ചാല് ഒരു കരച്ചിലുള്ള സമയങ്ങളും ഉണ്ടാവാറുണ്ട്. പ്രാവശ്യം അതുകൂടി ഇല്ലാതെ വേണ്ട പോലെ ശരീരമില്ലാതെ വളരെ വളരെ മോഹിച്ച കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ ആ ബ്രാഹ്മണന്റെ സങ്കടം അർജുനനെ കണ്ടതോടുകൂടി ദേഷ്യമായിട്ട് മാറി പറഞ്ഞു, എന്റെ കേമത്വം കൊണ്ടിപ്പോ എന്തായി? ഉണ്ടായിട്ട് കുഞ്ഞിന്റെ ശരീരം പോലും നേരില്ലാതെ എന്തൊക്കെയാ നീ പറഞ്ഞേ? അനിരുദ്ധോന്നല്ല കേശവ, നീ ഇതൊന്നുമല്ല. അല്ല, നീ ആണെന്നിൽ ആണും പെണ്ണും കെട്ടെന്ന് എന്റെ വാക്ക്. പൗരുഷത്തിന്റെ മുക്തിബന്ധമായിട്ട് അർജുനനെ നിങ്ങളുടെ കേട്ടത് പറഞ്ഞു, നിനക്കൊന്നും പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ആ കൃഷ്ണന്റെ അവിടെ പോയിട്ട് ഭാര്യ വിട്ട് പോയി ഊണ് കഴിച്ച് കൂടാൻ അതിനുള്ള ക്ഷമത്തെ നിനക്കുള്ളൂ. പൊക്കോന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണന്റെ അപമാന വാക്കുകൾ കേട്ട് സഹിക്കാതെ അർജുനൻ സർവ്വലോകങ്ങളിലും ബ്രാഹ്മണന്റെ ഉണ്ണികളെ അന്വേഷിച്ച് എവിടെയും കിട്ടാതെ അവസാനം യമധർമ്മന്റെ അടുത്ത് വരെ ചെന്ന് അർജുനൻ ചോദിച്ചു ബ്രാഹ്മണന്റെ ഉണ്ണികളെ. അപ്പൊ യമധർമ്മൻ പറഞ്ഞു, ഇവിടെ ഇല്ല. അർജുനോട് പറയുന്നത് 10 എണ്ണത്തിനെ കൊണ്ടുവന്നില്ലേ? ഒരെണ്ണത്തിനെ. യമധർമ്മൻ പറഞ്ഞു, ഇവിടെ ഇല്ല അർജുനൻ. എന്ത് പറഞ്ഞാലും അർജുനന് വിശ്വാസമാവാണ്ട് വന്നപ്പോ യമധർമ്മൻ ആ തന്റെ യമലോകത്തിന്റെ അതുപോലെ നരകം അങ്ങനെ സർവ്വലോകങ്ങളും തുറന്നിട്ട് കൊടുത്തു അർജുനോട്. അർജുനോട് പറഞ്ഞു, അർജുന നോക്കിക്കോളൂ, എവിടെ വേണമെങ്കിൽ നോക്കാം, കിട്ടിയാൽ കൊണ്ടുപോയിക്കോളൂ, ആരും അങ്ങേക്കില്ല. എന്ത് പറഞ്ഞ അർജുനൻ നോക്കിയപ്പോ അവിടെ ഇല്ല. അവസാനം ഇനി നരകത്തിലുണ്ടോന്ന് അറിയാം. നരകത്തിൽ ചെന്ന് നോക്കുമ്പോ എന്താ? ശൂന്യമായിട്ടുള്ള നരകം. ഏതെങ്കിലും ഒരു ഭാവി ബ്രാഹ്മണ മണ്ണികൾ പോട്ടെ, ആരുമില്ല എന്നർത്ഥം. എന്താ മനസ്സിലാവാണ്ട് നിൽക്കുന്ന അർജുനനോട് യമധർമ്മൻ പറഞ്ഞു, അർജുന ഒരു കാര്യം മനസ്സിലാക്കി, ലോകനാഥനായിട്ടുള്ള ഭഗവാൻ ഭൂമിയിൽ ഉള്ളിടത്തോളം ഒരാളും ഇവിടേക്ക് വന്നിട്ടില്ല. ബ്രാഹ്മണനാണ് ഏതെങ്കിലും ഒരാള്. അവസാനം ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കാതെ അപമാനിതനായിട്ട് കഴിയാനേക്കാൾ ഭേദം താൻ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാൻ ഉറച്ച് ആ അഗ്നികുണ്ഡം തയ്യാറാക്കി അതിൽക്കിങ്ങോട്ട് ചാടാൻ തുടങ്ങുന്ന സമയത്താണ് അത്യധികമായ കാരുണ്യത്തോടുകൂടി ഭഗവാൻ വന്ന് അർജുനനെ ഇങ്ങോട്ട് പിടിച്ച് അർജുനാണെങ്കിൽ ദേഷ്യത്തോടെ കൃഷ്ണനെ തട്ടിമാറ്റി. ഭഗവാൻ ചോദിച്ചു, എന്താ അർജുന? നമുക്ക് വേണ്ട കൃഷ്ണ, പൊയ്ക്കോ നീ. എന്താണോ വീണ്ടും എന്താണെന്നറിയില്ല അല്ലേ? മതിയായി കൃഷ്ണ, നിനക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു തരാന്നാ. അല്ലെങ്കിൽ നിങ്ങൾ യാദവരല്ലേ,
മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോ അതില് സന്തോഷം കണ്ടെത്തുന്ന ഇവർക്ക് ഞാൻ പറഞ്ഞു തരുന്നോ? ഓർമ്മ ഉണ്ടോ? ഒരു 1.5 കൊല്ലം മുമ്പ് ഒരു ബ്രാഹ്മണൻ 1ഉം 2ഉം അല്ല 9 ഉണ്ണികളെ നഷ്ടപ്പെട്ട് എത്ര പറഞ്ഞു എന്റെ അടുത്ത്. എന്നിട്ട് ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോ എന്റെ സഭയിൽ വെച്ച് പരിഹസിക്കണമെന്നും അപമാനിക്കണമെന്നും കേട്ട് എനിക്ക് പറഞ്ഞല്ലോ എന്റെ ഒപ്പമുള്ള ആരെങ്കിലും ഒന്നും മിണ്ടിയോ? പക്ഷെ കൃഷ്ണൻ എന്നെ പറയുന്നത് കേട്ട് സഹിക്കാതെ എന്റെ മുമ്പിൽ വെച്ചിട്ടില്ല ഞാൻ ഇത് ചെയ്തത്. എന്നിട്ടപ്പോ എന്താണ് അല്ലേ? മതിയായി കൃഷ്ണ, എന്നോടുള്ള കൂട്ട് മതിയായി. ഇങ്ങനെ ഓരോ സമയത്ത് അർജുന സഖേ എന്നൊക്കെ വിളിക്കുമ്പോ വല്ലാതെ വിചാരിച്ചിരുന്നു നിനക്ക് എന്നോട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ രഥത്തെ തീയിലേക്ക് കൂടെ ചാടാൻ തുടങ്ങുമ്പോഴാണ് ഭഗവാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അർജുനൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കൃഷ്ണൻ സാധിപ്പിക്കും, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അർജുൻ അങ്ങനെയെങ്കിൽ എവിടെയാ ബ്രാഹ്മണന്റെ ഉണ്ണികളെ ഭഗവാൻ പറഞ്ഞു വരുമെന്ന് പറഞ്ഞ് ദിവ്യമായിട്ടുള്ള രഥമൊക്കെ കൊണ്ടുവന്ന് സഞ്ചരിച്ച് കുറെ മുന്നിലേക്ക് പോയപ്പോഴാണ് ഒരു കടലിന്റെ ഇരമ്പിലും തണുത്ത കാറ്റും ചെന്ന് നോക്കുമ്പോഴാണ് പാലാഴിയും ആ പാലാഴിയില് ആനന്ദനുമേൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ അനന്തശായിയായി ആനന്ദന്റെ ഭടങ്ങളിലും ലക്ഷ്മി ദേവിയുടെ മടിയിലും ഭഗവാന്റെ മാറിലൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ 10 ഉണ്ണികളെ ആ ഉണ്ണികളെ കണ്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പൊ കുട്ടികൾ ചെവിടക്ക പറഞ്ഞു, നിങ്ങളുടെ അച്ഛനമ്മമാര് കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛനമ്മമാര് കാത്തിരിക്കുന്നതിന് നിങ്ങളെ ഇതിന് ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് തന്നെയാണല്ലോ. എവിടെ ചോദിക്കുമ്പോഴാണ് പാവം ലക്ഷ്മി ദേവിയും ഭഗവാനെയും ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഏതായാലും പറഞ്ഞു. പക്ഷെ ഭഗവാൻ ആ മായ പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയല്ല, ഭൂമിയില് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് അർജുനനോടുകൂടി വന്ന് ഭൂമിയിലെ ബ്രാഹ്മണന്റെ പടിക്കിലെത്തിയപ്പോ ഭഗവാൻ രഥം നിർത്തി അർജുനനോട് പറഞ്ഞു, കൊണ്ടുപോയി കൊടുത്തോളൂ. അപ്പോ അർജുനൻ പറഞ്ഞു, കൃഷ്ണൻ കൃഷ്ണൻ വേണ്ട, നഷ്ടപ്പെട്ട കുട്ടികളെ കൂടി തിരിച്ചുകൊണ്ട് കൊടുത്തു എന്നുള്ള ആ വലിയ പ്രശസ്തി, ആ വലിയ പേര് അർജുനൻ ഇരുന്നോട്ടെ. ഈ കൃഷ്ണൻ എന്നും അർജുനന്റെ പേര് ഉയർന്നു പോകണമെന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പാവം അർജുനൻ തകർന്ന് പൊട്ടിക്കറിഞ്ഞു പറഞ്ഞു, എന്ത് പ്രശസ്തിക്ക് എന്താ അർജുനൻ. ഇന്ന് ഞാൻ ഈ ശരീരത്തോടു കൂടി ഇരിക്കണമെങ്കിൽ അത് എന്റെ കൃഷ്ണൻ എന്നോടുള്ള കാരുണ്യം. പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം. ഓരോന്നും പക്ഷെ അത് പലപ്പോഴും മറന്ന് കൃഷ്ണ തന്നെ ഞാൻ അപമാനിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ എങ്ങനെയാണോ കുട്ടികൾ ചെയ്യുന്ന തെറ്റിനെ വാത്സല്യപൂർവ്വം അച്ഛൻ ക്ഷമിക്കുന്നത്, സഖ്യു സഖേവ പിതൃവൽ തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ മതേരഖമ്മേ. ആ വാത്സല്യം കാരുണ്യം എനിക്ക് മനസ്സിലായില്ല കൃഷ്ണ, ക്ഷമിക്കണേന്ന് പറഞ്ഞ് വീണ്ടും ശരണാഗതി ചെയ്തപ്പോ ഭഗവാൻ കൂടി ഒപ്പം വന്ന് ആ ബ്രാഹ്മണന് ആ നഷ്ടപ്പെട്ട ഉണ്ണികളെ മുഴുവൻ കൊടുത്ത ഏറ്റവും വലിയ വാത്സല്യം ആ ഭഗവാന്റെ അനുഗ്രഹഭാവമാണ് സന്താന ഗോപാലൻ. അതാണ് ഇനി വായിക്കുന്നത്. എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ദുഃഖങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കാൻ അതിലുള്ള കുട്ടികൾ നല്ല കുട്ടികളാവുക. പിന്നെ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ അവർക്ക് ആ ദുഃഖം മാറ്റി ആയുസ്സും ആരോഗ്യവും സൽകീർത്തിയും ഉള്ള കുട്ടികൾ നഷ്ടാവാന്ന് പറഞ്ഞാൽ മരിച്ചു പോകണമെന്നൊന്നുമില്ല. ഉണ്ടായിട്ടും
ആ വാത്സല്യം അന്യോന്യം അനുഭവിക്കാൻ സാധിക്കാതെ വന്നാല് അപ്പൊ അങ്ങനത്തെ വിഷമൊന്നും ആർക്കും ഉണ്ടാവാതെ ആ മക്കളുടെ സൗഭാഗ്യം എന്നും എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനാഭാവത്തിൽ ഈ അധ്യായത്തെ എല്ലാവരും കേൾക്കാം. ആ വൈകുണ്ഠ ദർശന സമയത്തൊക്കെയുള്ള ദീപാരാധന നല്ലോണം ഹരേ നാരായണ മന്ത്രം കൊണ്ട് നമ്മളെ മക്കളെ ചൊല്ലി ഒരച്ഛനും അമ്മയ്ക്കും ഒരു വിഷമവും നീ ഒരു കാലത്തും ഉണ്ടാകരുത് എന്നുള്ള സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഏകദാദ്വാരവത്യാം തു വിപ്രപത്ന്യാ കുമാരകാജാതമാത്രോ ഭുവം സ്പൃഷ്ട്വാ കുമാരകില ഭാരതാം വിപ്രാഗ്രീത്വാ മൃഗം രാജദ്വാരിപദായസാം ഇദം പ്രോവാചവിലവൻ ആഹുരോദീനമാനസാം ബ്രഹ്മദ്വിഷടതിയോ ലുബ്ധസ്യ വിഷയാത്മനാം ക്ഷത്രബന്ധോ കർമ്മദോഷാൽ പഞ്ചത്വം ഏകദോർപ്പകാം ഹിംസാവിഹാരം നൃപതിം ദുശീലവചനേന്ദ്രിയം പ്രജാപജന്യസീതീദരിദ്രനിത്യദുഃഖിതാം ഏവം ദ്വിതീയം വിപർഷിതൃതീയം തോമേവ ച വിസൃജ്യ സർവദ്വാരീതാം സമജായതാം താം അർജുന ഉപശ്രുത്യം കർഹിതിൽ കേശവാം മമേ ബാലേ ബ്രാഹ്മണം സമഭാഷതാം കിം ശ്രീ ബ്രഹ്മത്വം നിവാസേ ഹനാസി ധനുർധര രാജന്യബന്ധുരേ ദേവൈ ബ്രാഹ്മണാ സപ്നാസതേ ധനധാരാത്മജാവൃത്തായത്ര ചോയം ദിബ്രാഹ്മണ തേ വൈ രാജന്യവേഷേണ നടാ ജീവന്ത്യസുന്ദര അഹം പ്രജാവാം ഭഗവൻ രക്ഷിഷ്യേദീനയോരികം അനിസ്തീർണ പ്രതിജ്ഞാഗ്നിം പ്രവേക്ഷ്യേ ഹതകൽമഷാം ബ്രാഹ്മണ ഉവാച സംകർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്യനാം വര അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തിയൽ തൽകഥം ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരീം ചികീർഷസിത്വം ദാരിസ്യാൽ തന്ന ശ്രദ്ധാത്മഹേ വയം. അർജുന ഉവാച നാഗം സംകർഷണോ ബ്രഹ്മൻ ന കൃഷ്ണകാഷ്ടിനേവ ച അഹം വാർജുനോ മാമകാണ്ഡീവം യസ്യ വൈധനോ മാവോസാമോ ബ്രഹ്മൻ വീര്യം ത്രംബകദോഷണം മൃത്യും വിജിത്യ പ്രധനേ കാനേഷ്യത്തെ പ്രജാം പ്രഭോ ഏവം വിശ്രംഭിതോ വിപ്രാൽഗുലേന പരന്തവ ജഗാമസുഹൃതം പ്രീത പാർത്ഥവീര്യം നിശാമയൻ പ്രസൂതികാലാസന്നേവാദ്യായാദിസത്തവ പാഹി പാഹി പ്രജാം മൃത്യോ ഇത്യാദാർജുനമാതുര സുപസ്പൃശ്യ ശുച്യംഭോ നമസ്കൃത്യ മഹേശ്വരം ദിവ്യാന്യസ്ത്രാണി സംസ്മൃത്യ സജ്യം ഗാണ്ഡീവമാദദേ വിരുളൽ സൂതികാചാരം ശരേ നാനാശ്രയോജനേ തിര്യഗോധോതപാർത്ഥ ചകാരശരബന്ധരം തദകുമാരം ജാതോ വിപ്രപജ്ഞാരുതന്മുഹോ സദ്യോ ദർശനമാവേദേ സശരീരോ വികായസ തദാ വിപ്ലോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധൗ മൗഢ്യം പശ്യതമേയോഹം ശ്രദ്ധതേ ക്ലീവകർദ്ധനം ന പ്രത്യുമ്നോ നാനിരുദ്ധോ നരാമോ ജഗേശവ യസ്യ ശേകുപരിത്രാദംഗോന്യത്ര വിദേശുരം ദിഗർജുനം വൃഷാദം ദിഗാത്മശ്ലാഹിനോദനോ ദൈവോപസൃഷ്ടം യോ മൗഢ്യാൻ ആനിനീഷതി ദുർമതി ഏവം ശപതി വിപ്രശ്നോ വിദ്യാമാസ്തായ ഫൽഗുനാം യയോ സംയമനീമാശു യത്രാസ്തേ ഭഗവാൻ യമ വിപ്രാവത്യം മദക്ഷാണത്തമൈന്ദീപകാൽപരീം ആഗ്നേയം നയർദിൽ സൗമ്യാം വായം വ്യാം വാരുണീമത രസാതലം നാഗപൃഷ്ണം ദക്ഷിണാന്യന്യുദായുധാം തദാരബ്ധ പ്രതിശ്രുതാം
അഗ്നിവിക്ഷു കൃഷ്ണേന പ്രത്യുക്ത പ്രതിഷേധത ദർശയേദ്വിജസൂനും സേ മഹാവജ്ഞാത്മാനാത്മനായേത്തേന കീർത്തിനോ വിമലാം മനുഷ്യാ സാവയിഷ്യന്തി ഇത് സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വരം ദിവ്യം സ്വരഥമാസ്ഥായ പ്രതീചീം ദിശമാവിശൽ സപ്തദീപാൻ സപ്തസിന്ധൂൻ സപ്തസപ്തഗിരീരഥ ലോകലോകം പ്രദാതീത്യ വിവേശ സുമഹത്തമാവത്രാശ്വാശൈക സുഗ്രീവ മേഘ പുഷ്പബലാഗാതവസി പൃഷ്ഠകതയോ ഭരതർഷഭ താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ മഹായോഗീശ്വരേശ്വര സഹസ്രാദിത്യ സംകാശം സ്വചക്രം പ്രാഗിണോത്പുര തമ സുഭാരംഗഹരം കൃതം മഹൽ വിദ്യാരഹൽ മൂലരേണരോജിത മനോജവം നിർവിശേ സുദർശനം ഗുണച്യുതോ രാമശരോയരാജമോ ദ്വാരേണ ചക്രാനുമതേന തത്തമ പരമ്പരം ജ്യോതി അനന്തപാരം സമസ്തുപാദം പ്രസമീക്ഷ വായുര പ്രതാടിതാക്ഷോക്ഷണീയമയം തദപ്രവിഷ്ടസലിലം നമസ്സുതാവലീയസൈതൽ ബൃഹദോം വിഭൂഷണം തത്രാത്ഭുതം വൈ ഭവനന്ത്യവത്തമം ഭ്രാജന്മണിസ്തംഭസഹസ്രചോഭിതം തസ്മിൻ മഹാഭീമവനന്തമദ്ഭുതം സഹസ്രമൂർധന്യപടാമണിർദിവി വിഭ്രാജമാനം ദിഗുണോൽപണേക്ഷണം സിതാജലാഭം ശിതികം ദൈവം ദദർശതൽ ഭോഗസുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാബുധാപം സുവിശങ്കവാസസം പ്രസന്നവക്ത്രം രുചിരായതേക്ഷണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഹരേ നാരായണ 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 ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹി മേ വരയം കൃഷ്ണ ത്വാമകം ശരണം ഗദ ദേവദേവ ജഗന്നാഥ ഗോത്രവൃദ്ധികര പ്രഭോ ദേഹി മേ തനയം ശീഘ്രം ആയുഷ്മന്തം യശസ്വിനം. എല്ലാവർക്കും ഈ മന്ത്രം ചൊല്ലിത്തരാം. എഴുന്നേറ്റ് നിന്ന് എന്റെ കുട്ടികളെ ചൊല്ലി ആർക്കും ഒരു തരത്തിലുള്ള വിഷമം ആർക്കും ഉണ്ടാവരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാത്രമല്ല, ഇവിടെ ബ്രാഹ്മണന്റെ കാര്യം ആലോചിക്കുക. എത്രയൊക്കെ ആയപ്പോഴും ഭഗവാനെ വിട്ട് വേറൊരാളെ ആശ്രയിച്ചിട്ടില്ല. അവസാനം പരിപൂർണമായിട്ട് ആ പാദത്തിൽ അങ്ങോട്ട് ശരണാഗതി ചെയ്തപ്പോ നഷ്ടപ്പെട്ടത് മുഴുവൻ കൊടുത്ത കാരുണ്യം. ആ ഭാവത്തിൽ തന്നെ ഭഗവാനെ ഈ മന്ത്രം കൊണ്ട് സ്തുതിക്കുക. ആ കുട്ടികളൊക്കെ അങ്ങോട്ട് വരുമോ? കുട്ടികളെ മുഴുവനും ഇങ്ങോട്ട് വരിക കേട്ടോ. വേഗം വരും എല്ലാവരും. വാസുദേവ ജഗൽപദേ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ദേഹി മേ തനയം കൃഷ്ണ വാമഹം ശരണം ഗദാ വാമഹം ശരണം ഗദാ ദേവകീ സുത ഗോവിന്ദ ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ദേഹി മേ തനയം കൃഷ്ണ വാമഹം ശരണം ഗദാ വാമഹം ശരണം ഗദാ ദേവദേവ ജഗന്നാഥ ദേവദേവ ജഗന്നാഥ
ഗോത്രവൃദ്ധികര പ്രഭോ ദേഹി മേ തനയം ശീഘ്രം ആയുഷ്മന്തം യശസ്വിനം ദേവദേവ ജഗന്നാഥ ഗോത്രവൃദ്ധികര പ്രഭോ ദേഹി മേ തനയം ശീഘ്രം ആയുഷ്മന്തം യശസ്വിനം ഹരേ നാരായണ ഹരേ നാരായണ. നല്ലോണം നാമം ജപിക്കാട്ടോ. ഞാൻ പറയും ഇങ്ങനെ ഒരു വിഷമം ആർക്കും ഉണ്ടാവരുത്. ഇനി ദർശതൽ ഭോഗസുഖാസനം വിഭുമഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാപം സുവിശങ്കവാസം പ്രസന്നവക്രം വിജായുരേക്ഷണം മഹാമണിപുരാതകിരീടകുണ്ടലപ്രഭാപരീക്ഷിതസഹസ്രകുന്തളം പ്രളംബജാർവക്ഷഭുജം സദൗസ്തുഭം ശ്രീവത്സലക്ഷ്മം ധനമാലയാവൃതം സുനന്ദപ്രഭുസുഭാഷണേ ചക്രായുധേ ചക്രാർമൂർത്തിധരേ വിദ്യായുധേ പുഷ്ട്യാ ശ്രീയാകീർത്തിയാകിലർദ്ദുവനശേവ്യമാണം പരവേക്ഷിനാമ്പതിം പവന്ത ആത്മാനവനന്തമച്യുതോജിഷ്ടുദ്ദർശയാദസാദ്ഭുതാഃ താവാവഭൂമാപരവേക്ഷിനാം പ്രഭൂബദ്ധാഞ്ജലി സസ്മിതമൂർജയാതിരാ ദ്വിജാത്മജാമേ യുമയോർത്തിദൃക്ഷുനാമയോപനീനാമവിധർമ്മഗുപ്തയേ അലാഗതിർനാമോദയർഭരാസുരാൻ ഭൂയസ്വരേകമന്ദിനേ പൂർണ്ണകാമാവിരം നാരായണാവൃഷീകർമ്മമാതരാസിതീർഷമോകസംഗ്രഹം ഇത്യാദിഷ്ടോ ഗുദാദോ വൃഷോ പ്രവേഷ്ടിനാൻ ഓം വിദ്യാനം വിഭൂമാർമാദായ നിജാരകാന്യവർത്തനം സുഖം ധാമ സംപ്രഹൃഷ്ടവൂ യഥാഗതം വിപ്രായ തദ്പുത്രാൻ യഥായൂപം യഥാവയാനിശാമവൈഷ്ണവം ദാവാർദ്ധപരമേസ്തുതാം യൽകിഞ്ചിൽ വൗഷമം സാമേനേ കൃഷ്ണാനുകമ്പിതം നീതിദൃശാന്യനേ ഗാനീവീദ്യാനീവ പ്രദർശികൻ ഭൂജേ വിഷയാന്ദ്രാമ്യാരിജേ ചാതുർധർമ്മഹേ പ്രഭവശാജിലാൻ ജാവാമൃജാസ്ബ്രാഹ്മണാദിശോകാലം യഥൈവേന്ദ്ര ഭഗവാൻ ശ്രൈഷ്ഠ്യമാസ്ഥിത ഹത്വാ കൃപാനധർമ്മിഷ്ടാൻ ഘാതയിത്വാർജുനാദ്വീയന്തസാവർത്തയാമാസ ധർമ്മം ധർമ്മസുധാദിവി ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിജകുമാരാനയനം നാമ ഏകോനവദ്രമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ നവദ്രമോധ്യായ. ശ്രീശുക ഉവാച സുഖം സുഭദ്രം ദിവസൻ ദ്വാരകായാം ശ്രിയപദേ സർവസമ്പൽ സമൃദ്ധായാം ദുഷ്ടായാം വൃഷ്ടിഭൂകവേ സ്ത്രീച്ചോത്തമേഷാവയോ വരകാന്തി കാന്തുകാർമ്മേഷോ ക്രീഡന്തി സ്ഥടിതി നിത്യവും സങ്കുലമാർഗായം മതൃമംഗലേ സുരംഗരേ വളേ ശ്രീരഥേശകർഗോജ്വലേ ഉദ്യാനോരാഢ്യായാം പുഷ്പദ്രുപരാജിരോ നിർഭിജലകീർണാദരായാം സമുദ്രാം േഷോസഹസ്രപത്നീനം ഏകവല്ലവാതാവൽവിത്രൂപസൗ പുത്രകേഷു വർദ്ധിഷു പ്രോത്മല്ലോത്മലകൽകാരകൃതാം ബോധനേന്ദുമേ വാസുധാത്മലതോയേഷു കൂജൽകുലേഷിതാം വിജകാരവികാഹമോദീഷമഹോദയാകുതകുങ്കുമലിപ്താംഗപരിദത്തസ്യോഷിതാം ഭഗീയമാനോ ഗന്ധർവേ മൃദംഗമണമാനകാൻ വാദയന്തിർമുദാവേണം സൂതമാഗതവന്തിനി
സിദ്ധിമാനോച്ചരോ സ്ഥാപനം സംഗീവിസ്മരേതുകയും പ്രതിക്ഷീരക്ഷരാടുവാൻ പ്രദേശ സിഞ്ചന്യ ഉത്തൃത കബര പ്രസൂന ജാതസ്മരോത്സവസിൽപതിനാവിരേജോ കൃഷ്ണത്തുതൈസ്തരുഷിത കുങ്കുമസ്ത്രക്രീഡാഭിഷംഗതുതകുന്തളവൃന്ദബന്ധ സിഞ്ചനൂരിമതി പ്രതിഷിദ്ധ്യമാനേകരേണുരി ഇവേ മതിപരീത നടാനർത്തകീനം ചകീതവാദ്യോപജീവനം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോ ദാത്തസിത ശ്രിയാ കൃഷ്ണസൈവം വിഹൃതോഗത്യാലരക്ഷിതസ്മീ നർമ്മക്ഷേണ്യപരിഷംഗീ സ്ത്രീണാം ഗ്രഹരാദിയോദിനോദിനോദിനോന്മത്തവന്ദനം ചിന്തയന്തോരന്ദാക്ഷം താനിമേകദശോ മഹിഷ്യ ഊജു കുരരുവിലവസിക്കും ദീനനിദ്രാവശേഷേ സ്വപതി ജഗതിരാത്രിയാമീശ്വരോ മുക്തബോധം വയമിവ സഹികച്ചൈദ്യാരേത നാളിനയനഹാസോദാരലീലക്ഷിതേന നേത്രേന നീലേസി നക്തമദുഷ്ടബന്ധുത്വം രോരവീഷി കരുണംബുധചക്രവാഗി ഭാസിന്ദുരാ വയമിവാച്യുതപാദജുഷ്ടാം കിം വാ സൃജസ്പൃഹേസേ കബരേണ വോഢും കിം വാ മുകുന്ദാമുദാമലാംഛന പ്രാപ്താം ദശാം ത്വം ജഗതോ വിരക്തിയാം ത്വം ലക്ഷ്മണ ബലവദാസഗൃഹീത ഇന്ദ്രോ ക്ഷീണസമോ നദിദീർവിക്ഷിണോഷി കച്ചിൻ മുകുന്ദഗതിനാ വയം ത്വം വിസ്തൃത്യവോസ്തഗതഗീരുപലക്ഷ്യസേനാം ഹിന്ദ്വാദരമസ്വാമൽ മലയാലേ പ്രിയം ഗോവിന്ദവന്ദനർപ്പിന്നെ ഹൃദീരയസിസ്മരം ശ്രീമസ്തുമസിതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗോ വയമിവമാന്ധ്യായതി പ്രേമബദ്ധ അഗ്നിത്തണ്ടോ ശബളഹൃദയോസ്മദ്വിധോ ബാഷ്പധാര സ്മൃത്വാ 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 വിസർജിമുഹു ദുഃഖദസ്തൽ പ്രസംഗ പ്രിയരാവവദാതി ഭാഷസേ പ്രതസഞ്ജീവികയാനയാഗിര കരവാണിഹി മധ്യതേ പ്രിയം വദമേ വൽകിലകണ്ഠകൗകില നദലസിദ്വദസ്യുദാരബുദ്ധേ സ്വയമിവ ക്ഷിതിധരചന്തയസേ മഹാന്തവർത്തം അവിഭജ വസുദേവനന്ദനാം വയവിവകാമയസേ സ്വനേർവിദർത്തും ശൂഷ്യധൃത കർഷികാവധന്തു പത്ന്യ സമ്പ്രത്യഭാസ്തകമലശ്രിയഷ്ടവർത്തോ യജ്ഞദ്വയം മധുപദേ പ്രണയാവലോകമപ്രാപ്യ മുഷ്ടഹൃദയാ പുരുകർഷിതാസ്നാം ഹംസസ്വാകർമാസുരം വിമുപയോ പ്രോഹ്യംഗചൗനേകനാം ദൂരം ത്വാം പിതാമകച്ചിതജിര സ്വസ്ത്യൗത്തംബുരാ കിം വാ കസ്ഥലസൗഹൃദസ്പർജനം തസ്മാൽ ഭജാമോ വയം ക്ഷൗദ്രാലാപയകാമതം ശ്രീമൃതേ സൈവൈകനിഷ്ഠാസ്ത്രിയാം ഈദീദൃശേന ഭാവേന കൃഷ്ണേ യോഗേശ്വരേശ്വരേ ക്രിയമാണേന മാധവ്യോ ദേവിരേ പരമാം ഗതിം ശ്രുതമാത്രോ വിയ സ്ത്രീണാം പ്രസഖ്യാകർഷദേവന ഉരുഗായോരുഗീതോ വാ പശ്യന്തീനാം കുതപ്പുനാം യാ സമ്പദ്യജനൻ ബ്രഹ്മ പാദസംവാഹനാദിനി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യാ ദാസാം കിം വർണ്ണയേതവാം ഏവം വേദോദരം ധർമ്മം അനുദിഷ്ടൻ സദാം ഗതി ദീർഘം ധർമാർത്ഥകാമാനാം മുഹൂർച്ചാദർശയന്തം ആസ്ഥിതസ്വരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേതിരാം മാസം ഷോഡശസഹസ്രം മഹിഷ്യശ്ച ശതാധികം താസാം ശ്രീ രത്നഭൂതാനമഷ്ടൗ യാ പ്രാകുദാഹൃതാം രുക്മിണീ പ്രമുഖാരാനന്ദൽ പുത്രാം ശാനഭൂവശ ഏകൈകസ്യാം ദശശ കൃഷ്ണോ ജീജാത്മജാൻ യാവത്യ ആത്മനോ ഭാര്യമമോഗതിരീശ്വരം തേഷാമുദ്യാമവീര്യാണമഷ്ടാദശമഹാരഥ ആസനുദാരേഷാം നാമാനിമേശ്വരോ പ്രദ്യുമ്നശ്ചാനരുദ്ധസദീപ്തിമാൻ ബാണരേവച സാംബോ മധുപ്രഗദ്വാനോ ചിത്രമാനുർവൃതോർണാം
പുഷ്കരോ വേദഭാഗുദേവ സുരന്തരാചിത്രബാഹോ വിരൂപസ്താഗ്രോധ ഏതേഷാമപി രാജേന്ദ്ര തനുജാനാം മധുദിശ രുക്മിണീ സുധാ സരുക്മിണോദരം ഉപേവേവാരദ തസ്മാൽ സുധോ നിരുദ്ധോബോൽനാദായുധബലാന്വിതാം സജാപി രുക്മിണ പൗത്രീം പൗത്രോജഗൃഹേതദാം യസ്തു കൗസലാദവശേഷിതാം പ്രതിബാഹു അപുസ്തസ്വാൽ സുബാഹുസ്തസ്യാത്മജാൻ സുബാഹു ശാന്തസേനോ ശതസേന സുദർശന നാക്യേതസ്മിൻ കുലേ ജാതാധന അബഹുപ്രജാ അല്പായുഷൽപവീര്യാശ്ച അബ്രഹ്മണ്യാശ്ച ജഗ്ഗിരേ യദുവംശപ്രസൂതാനാം പുംസാം വിഖ്യാതകർമ്മണം സംഖ്യാതശക്തേ കർത്തും അഭിവർഷായുധേ നിർവ തിസ്രകോട്യസഹസ്രാണാം അഷ്ടാശീതിശതാനി ച ആസൻ യദുകുലാചാര്യ കുമാരാണാമീശ്വരം സംഖ്യാനാം യാദവാനാം കരിഷ്യതി മഹാത്മനാം യത്രായുധാനാം മയുധലക്ഷേമാസ്തേ സാഹുക ദേവാസുരാഹമഗതാദൈരേയായേ സുധാരണ തേജോൽപ്പന്നാ മനുഷ്യേഷു പ്രജാദുർഗാമഭാതിരേ അന്നിഗ്രഹായ ഹരിണാവൃത്താ ദേവായുധൗലേ അവതീർണാകുരുശം തേഷാം ഏകാധികം പ്രഭ തേഷാം പ്രമാണം ഭഗവാൻ പ്രവൃത്തേനാഭവല്ലഹരി യേ ചാനവർത്തിനസ്തസ്യാ വൃധു സർവയാദവാ ശയ്യാസനാടനാലവ ക്രീഡാത്മനാദികർമ്മസോ തവിദോ സന്തമാത്മാനം കൃഷ്ണയ കൃഷ്ണചേതസ തീർത്ഥം ചക്രേ നൃപാനം യദതിയതിഷു സ്വസ്വകൽപാദശൗചം വിദ്യുൽ സ്നിഗ്ധാസ്വരൂപം യുവജിതപര ശ്രീയഥേന്യയത്നം എന്നാമംഗളത്നം ശ്രുതമതഗതിതം ജൽകൃതോ ഗോത്രധർമ്മ കൃഷ്ണസീതം നചിത്രം ക്ഷിതിപരഹരണം കാലചക്രായുധസ്യ ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവരപരുഷസേർദ്വാഭിരസ്യം നധർമ്മം സ്ഥിരചരവിജനഘ്നാൻ സുസ്മിത ശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം ഇതംബരസ്യ നിജവർമ്മനിരീക്ഷയാതലീലാതനോ തദനുരൂപവിഡംബരാനി കർമാണി കർമ്മകഷണാനി യദുത്തമസ്യ ശ്രൂയാദമുഷ്യപദയോ അനുവൃത്തിവിച്ഛൻ മർത്യസ്തയാനുസവമേധിതയാ മുകുന്ദ ശ്രീമൽകഥാ ശ്രവണകീർത്തനചിന്തയേതി മുകുന്ദ ശ്രീമൽകഥാ മുകുന്ദ ശ്രീമദ്ഗതാ ശ്രവണകീർത്തനചിന്തയേതി തദ്ധാവതുസ്തരകൃതം ഗ്രാവാൽവനം ക്ഷിതിപുജോവി ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പയ്യാസിക്യാം പാദമകംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീകൃഷ്ണചരിതാനുവർണ്ണനം നാമ നവതിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.